ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ എഫക്റ്റുകൾ, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഓർ ബാരിയേഴ്സ് ഇൻ പെർഫോമൻസ് അപ്രൈസലായിരുന്നു. അതോടുകൂടി നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ ഭാഗം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ തന്നെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, കരിയർ ഒരു നല്ല കരിയറിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്, നല്ലൊരു കരിയർ വേണം, നമുക്കതിന് പ്ലാൻ ചെയ്യണം, കരിയർ ഡെവലപ്പ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് സമയങ്ങളിൽ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കരിയർ, എന്താണ് കരിയർ പ്ലാനിങ്, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ വേർഡ് കരിയർ ഇൻവോൾവ്സ് ഓൾ ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ranging from the semi-skilled through skilled and semi-professional to professional. ഇതിനിടയിലുള്ള എല്ലാ ജോലിനെയും, എല്ലാ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റിനെയും നമ്മൾ കരിയർ എന്നാണ് പറയുക. ആൻഡ് അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ, എ കരിയർ ഈസ് എ സീക്വൻസ് ഓഫ് സെപ്പറേറ്റ് ബട്ട് റിലേറ്റഡ് വർക്ക് ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി, ഓർഡർ ആൻഡ് മീനിങ് ടു എ പേഴ്സൺസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ളതും എന്നാൽ സെപ്പറേറ്റും ആയിട്ടുള്ള എല്ലാ വർക്ക് ആക്ടിവിറ്റീസിനെയും എന്തെന്ന് വിളിക്കാം, നമുക്ക് കരിയർ എന്ന് വിളിക്കാം. അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂറ്റിനെയും അദ്ദേഹത്തിൻ്റെ ലൈഫിനൊരു മീനിങ് ഉണ്ടാക്കുന്നതും ഒരു സ്ഥിരത ഉണ്ടാക്കുന്നതും ഒരു ഓർഡർ വരുത്തുന്നതും എല്ലാം എന്താണ്, ഈ ആക്ടിവിറ്റീസാണ് കരിയർ. എ പേഴ്സൺസ് കരിയർ ഈസ് ഷേപ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരാളുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ many factors like culture, family, age and experience. The next term is career planning. എന്താണ് career planning? Career planning refers to the goals and the path to achieve this goal. ഈ ഓർഗനൈസേഷനെയും ഇൻഡിവിജ്വലിനെയും ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏത് പാത്താണോ നമ്മൾ സെലക്ട് ചെയ്യണത്, അല്ലെങ്കിൽ എന്ത് ഗോൾസാണോ നമ്മൾ സെലക്ട് ചെയ്യണത്, അതിനെ വിളിക്കുന്ന പേരാണ് കരിയർ പ്ലാനിങ്. It provides an answer to an employee's question as to where he will be in the organization after 5 to 10 years, or what are the prospects of advancing or growing in the organization or developing the scope of his career. ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ ഈ ഓർഗനൈസേഷനിൽ എൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്ന് ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So next is the meaning of career planning. Career planning is a systematic process by which one selects career goals and the path to the goals. എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, എൻ്റെ കരിയറിൻ്റെ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്യുക. ആ ഗോളിലേക്ക് എത്താൻ ഏത് പാത്താണ് ഞാൻ സ്വീകരിക്കേണ്ടത്, ഏത് മാർഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, അതിനെ ഒരു വ്യക്തി നേരത്തെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, കരിയർ പ്ലാനിങ് എന്ന് പറയണേ. ആൻഡ് ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഒരു ജീവിതകാലം മുഴുവനുള്ളൊരു പ്രോസസ്സാണ് എന്തെന്ന് പറയണേ, കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് റിക്വയറിങ് ദ കണ്ടിന്യൂസ് എഫേർട്ട് ടു മെയിൻ ചേഞ്ചിങ് എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ. So it is described as a devising an organizational system of career development and growth opportunities from the point of entry of an individual to the point of his retirement. ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് റിട്ടയർഡ് ആകുന്നത് വരെ അദ്ദേഹം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ, എന്തൊക്കെ കരിയർ മൂവ്മെൻറ്റ് അദ്ദേഹത്തിന് നടക്കുന്നുണ്ടോ, അതിനൊരുമിച്ച് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സംഭവമാണ് കരിയർ പ്ലാനിങ്. ആൻഡ് ദർ ഇസ് 2 definitions given by Skiddas and Weger. Career planning is the process of enhancing an employee's future value. ഒരു എംപ്ലോയിയുടെ ഫ്യൂച്ചർ വാല്യൂവിനെ എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് കരിയർ പ്ലാനിങ് എന്ന് ആര് പറയണേ, സ്കിവിൻദാസ് ആൻഡ് വേഗർ. The next definition is given by Douglas T. Hall. An individually perceived sequence of attitudes and behavior. ഒരു വ്യക്തി തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ആണ് കരിയർ പ്ലാനിങ്, അസോസിയേറ്റഡ് വിത്ത് വർക്ക് റിലേറ്റഡ് എക്സ്പീരിയൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓവർ ദ സ്പാൻ ഓഫ് ദ പേഴ്സൺസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസുകളും അതിനെ വിളിക്കുന്നതാണ് കരിയർ പ്ലാനിങ് എന്ന്. സോ നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് കരിയർ പ്ലാനിങ്. എന്താണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം, സവിശേഷതകൾ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് റാദർ ദാൻ ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്
ഹ്യൂമൻ റിസോഴ്സിന് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് കരിയർ പ്ലാനിങ്. രണ്ടാമത്തെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഡ്യൂ ടു എൻ എവർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എവർ എൻഡിങ് പ്രോസസ്സ്. എന്താണ്? എവർ ചേഞ്ചിങ് ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി മൂന്നാമത്തെ, ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് മാനേജിങ് പീപ്പിൾ. പീപ്പിളിനെ മാനേജ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ അത് അവസാനമല്ല. അതായത് പീപ്പിളിനെ എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ മാനേജ് ചെയ്യണം, അതവരുടെ കരിയറിന് എങ്ങനെ നമുക്ക് ഒപ്റ്റിമം റിസൾട്ട് കിട്ടാൻ വേണ്ടി അവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് കരിയർ പ്ലാനിങ്. The next is, it is the responsibility of the organization to provide guidance and counseling to its employees in planning their career and in developing and utilizing their knowledge and skill. ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? അവിടുത്തെ എംപ്ലോയീസിന് കരിയർ പ്ലാനിങ്ങിനുള്ള കൗൺസിലിങ്ങും ഗൈഡൻസും കൊടുക്കുക എന്നുള്ളത്. The next, the basic aim of career planning is integration of individual needs and organizational needs. ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങളെയും ഇൻഡിവിജ്വലിൻ്റെ ആവശ്യങ്ങളെയും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അവരുടെ ഗോൾസ് തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദ നെക്സ്റ്റ് പോയിൻ്റ്, HRPയുടെയും ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് HRP ആൻഡ് HRP പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫോർമേഷൻ ടു ഫെസിലിറ്റേറ്റ് കരിയർ പ്ലാനിങ്. HRPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ആ കരിയർ പ്ലാനിങ്ങിന് വേണ്ട എല്ലാ ഇൻഫോർമേഷനും തരുന്നത് ആരാണ്? HRPയിലാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹാർമണൈസിങ് ദ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങളെ ഏകീകരിക്കുന്ന, ഹാർമണൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻ്റഗ്രേഷൻ. അതുപോലെ തന്നെ ഒരു ഏകീകരണം നടത്തുന്ന ഒരു പ്രോസസ്സാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ദ ലാസ്റ്റ് ഫീച്ചേഴ്സ് പറയണത്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് മാനേജിങ് പീപ്പിൾ ടു ഗെറ്റ് മാക്സിമം റിസൾട്ട്. മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ പീപ്പിളിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കരിയർ പ്ലാനിങ്. അപ്പം ഇത്രയാണ് നമുക്ക് ഫീച്ചേഴ്സ് എന്നുള്ളതിൽ പറയണേ. ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ നമുക്കറിയാം. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് പറയണേ? ഇറ്റ് പ്രൊവൈഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ അപ്രോപ്രിയേറ്റ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അവർക്ക് പുതിയ കരിയറും അവരുടെ കരിയർ തുറന്നു കൊടുത്തുകൊണ്ട് അവരെ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. രണ്ട്, ഇറ്റ് ക്രിയേറ്റ്സ് എനേബിൾ എൻവയോൺമെൻറ്റ് ഓഫ് ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് ഗ്രോത്ത്. ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അടുത്ത എയിം. മൂന്ന്, maps out careers of different categories of employee following their ability and willingness to train and develop to take the responsibility of higher position. എല്ലാ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസിനും കരിയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കരിയർ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അതായത് ഒരു സാധാരണക്കാരനായ എംപ്ലോയിക്കും അയാളെ ഹയർ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്താൽ എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ കഴിയും, അതിനെപ്പറ്റിയെല്ലാം അവർക്ക് വേണ്ട ട്രെയിനിങ് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ് കരിയർ പ്ലാനിങ്. ഇനി സ്റ്റേബിൾ വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ഇമ്മീഡിയറ്റ് ആൻഡ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മാനേജീരിയൽ റിസർവ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. പിന്നെ പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഓരോ എംപ്ലോയിയുടെ യുണീക്നെസ്സിനെ പറ്റി അവെയർനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതർ എംപ്ലോയീസിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ടാലൻറ്റഡ് എംപ്ലോയീസിനെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കോൺഫ്ലിക്ട്സ്, ഇമോഷൻസ്, സ്ട്രെസ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് കരിയറിൻ്റെ എന്തെന്ന് പറയണത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒക്കെ ഒരേ പോയിൻ്റാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് നമുക്ക്. അപ്പോൾ നന്നായിട്ട് പഠിച്ചേക്കുക ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും. നെക്സ്റ്റ് ഈസ് എ കരിയർ പ്ലാനിങ് പ്രോസസ്സ്. എങ്ങനെയാണ് നമ്മൾ കരിയർ പ്ലാനിങ് നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നാണ് ഇനി പഠിക്കാൻ പോണേ. അപ്പോൾ പ്രോസസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ടൈപ്സ് ഓഫ് കരിയർ പ്ലാനിങ് പഠിക്കാം, എത്ര തരം കരിയർ പ്ലാനിങ് ഉണ്ടെന്ന്.
അപ്പോൾ കരിയർ പ്ലാനിങ് നമുക്ക് ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ഫ്രം 2 പെർസ്പെക്റ്റീവ്സ്. 2 വ്യൂ പോയിൻ്റ് ആണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ്, മറ്റൊന്ന് ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷണൽ കരിയർ പ്ലാനിങ്. അപ്പോൾ ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫസ്റ്റ് കൈൻഡ് ഓഫ് കരിയർ പ്ലാനിങ്. ഈച്ച് എംപ്ലോയി ഇൻഡിവിജ്വലി പ്ലാൻസ് ഹിസ് ഓർ ഹെർ കരിയർ ഗോൾ ഫോർ ഹിസ് ഫ്യൂച്ചർ ലൈഫ്. ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ട് എൻ്റെ കരിയർ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ ഇൻഡിവിജ്വലി തീരുമാനിക്കുന്നു. അതാണ് ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കരിയർ പ്ലാനിങ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് കൈൻഡ് ഓഫ് കരിയർ പ്ലാനിങ്. അത് ഇൻഡിവിജ്വലിനേക്കാൾ അല്പം കൊണ്ട് വാസ്റ്റ് പ്രോസസ്സാണ്. ആൻ ഓർഗനൈസേഷൻ പ്ലാൻസ് കരിയർ ഗോൾസ് ഫോർ ഇറ്റ്സ് എംപ്ലോയീസ് by which employees' personal and organizational goals can be achieved. ഇവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കരിയർ പ്ലാൻ നടത്തുന്നത് ആരായിരിക്കും? ഓർഗനൈസേഷൻ ആയിരിക്കും. അതിലൂടെയാണ് ആ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും പേഴ്സണൽ ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പാണ് കരിയർ പ്ലാനിങ് ഉള്ളത്. ഈ പോർഷനോടെ കഴിയാണ്. താങ്ക് യു. ഓക്കെ.